ട്രംപ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരികയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് യുഎസുമായുള്ള ബന്ധം. ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ട്രംപ് പ്രസിഡന്റ് ആകുമ്പോൾ അവസരങ്ങളും കാര്യമായ വെല്ലുവിളികളും ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയുമാണ് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ബാധിക്കുക. H-1B വിസ വർധനവ്, ഗ്രീൻ കാർഡ്, OPT നിയന്ത്രണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ കുടിയേറ്റ സ്വപ്നത്തെ തകർത്ത് കളയുന്ന പ്രഖ്യാപനമാണ് ആദ്യ ദിനം തന്നെ നടത്തിയത്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോൾ അമേരിക്കയെ സ്വപ്നം കണ്ടിരിക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽക്കുന്നത്. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിന് ഉപയോഗിക്കുന്ന വിസയാണ് H-1B വിസ. ആദ്യ തവണ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഈ വിസയെ എതിർത്തിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് കൂടുതൽ പ്രൊഫഷണലുകളെ ആവശ്യമാണെന്ന് മസ്ക് വാദമുയർത്തിയപ്പോൾ ട്രംപ് ഈ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇത് ആദ്യം കുടിയേറ്റക്കാർക്ക് സന്തോഷം നൽകിയെങ്കിലും നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ വ്യക്തിയും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരുമെന്ന് സാരം. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടി വരും. പരിശോധന ശക്തമാക്കുമ്പോൾ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതോടൊപ്പം പ്രത്യേക ഡിഗ്രി ആവശ്യമില്ലാത്ത ജോലിക്ക് നൽകുന്ന അപേക്ഷയും റിജക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിനെ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ 24 മാസത്തെ STM വിപുലീകരണം ഒഴിവാക്കുന്നതിലൂടെ നിയന്ത്രണം നേരിടേണ്ടി വരും. ഇതിലൂടെ ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ കുറയുമെന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ ഓരോ രാജ്യത്തു നിന്നുമുള്ള ആളുകൾക്ക് എല്ലാ വർഷവും നൽകുന്ന ഗ്രീൻ കാർഡുകളുടെ എണ്ണം പരിമിതപ്പെടുന്നതിന് US ഒരു രാജ്യാടിസ്ഥാനത്തിലുള്ള ക്വാട്ട സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ മാറ്റാൻ US കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ. ഇതിലൂടെ ഗ്രീൻ കാർഡ് കിട്ടാക്കനിയായി മാറുമെന്ന സാഹചര്യവും നിലവിൽ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയാൽ അവസരങ്ങളും കാര്യമായ വെല്ലുവിളികളും ഇന്ത്യക്കുണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും ഉഭയകക്ഷി ബന്ധം തുടരുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ വ്യത്യസ്തമായ അമേരിക്കൻ നയങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സുരക്ഷ, നയതന്ത്ര ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കും. മോദിയും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. ഇത് തുടരുമെന്ന് വിലയിരുത്തപ്പെടുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ജിയോപൊളിറ്റിക്കൽ ഡൈനാമിക്സ്, പ്രത്യേകിച്ച് ചൈന, വ്യാപാര അസന്തുലിതാവസ്ഥ, പ്രതിരോധ സഹകരണം എന്നിവ എങ്ങനെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുക എന്നതിൽ കൃത്യമായൊരു ധാരണ പുറത്തു വന്നിട്ടില്ല. ട്രംപിന്റെ രണ്ടാം ടേമിൽ മോദി ട്രംപ് ബന്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. ട്രംപ് ആദ്യ തവണ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ ബിസിനസ് രീതികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തന്റെ ആദ്യ ടേമിൽ ട്രംപ് ഇന്ത്യയെ താരിഫ് രാജാവ് എന്ന് വിളിക്കുകയും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിൽ ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമെന്നും ഉറപ്പാണ്. ഇന്തോ പസഫിക്കിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും US തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരിക്കും ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ആയുധ വിൽപ്പന, സൈനിക സാങ്കേതിക കൈമാറ്റം, സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സഹകരണം കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. രണ്ടാം തവണയും ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇത് തന്നെ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈന ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഘടകം. ചൈന സാമ്പത്തികവും സൈനികവുമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് വളരുമെന്ന് അമേരിക്ക നേരത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചൈനയുടെ ഭീഷണി നേരിടുന്നതിന് അമേരിക്ക രൂപപ്പെടുത്തിയ ബഹുമുഖ പദ്ധതികളൊന്നാണ് ക്വാഡ്. എന്നാൽ അയൽ രാജ്യത്തെ ശത്രുപക്ഷത്തിൽ നിർത്തുന്നതിൽ ഇന്ത്യ അല്പം വിമുഖത കാണിക്കുന്നതിനാൽ ക്വാഡ് ഇതുവരെ പൂർണ്ണ സൈനിക സഖ്യമായി മാറിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.